അരുൺ, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത് പതിവിന് വ്യത്യസ്തമായി സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരുക്കങ്ങൾ? ഏത് രീതിയിലാണ് ക്രമീകരണം? ഇന്ന് രാവിലെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറിയൊക്കെ എത്തി സത്യപ്രതിജ്ഞാ ഒരുക്കങ്ങളുടെ ഒരു വിലയിരുത്തൽ നിയുക്ത മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചിരുന്നു. എന്താണ് അവിടുത്തെ സാഹചര്യം? എന്താണ് ഒരുക്കങ്ങൾ? സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്ക് ചീഫ് സെക്രട്ടറി ഒരു യോഗം വിളിച്ചു. അതിലാകും ഇതിൻ്റെ അന്തിമ തീരുമാനമുണ്ടാകുക. ഞാനിപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഉള്ളത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള കോൺഗ്രസ് സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വലിയൊരു പന്തൽ ഇവിടെ ഉയരും. ജർമ്മൻ ഹാങ്ങർ ടെക്നോളജിയിലുള്ള പന്തലാണ് ഒരുങ്ങുന്നത്. 12,000 പേർക്ക് ഇരിക്കാവുന്ന പന്തൽ ക്രമീകരിക്കാനാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ 11 മണിക്ക് ചേരാൻ പോകുന്ന യോഗത്തിൽ ഇതിൽ അന്തിമ തീരുമാനമാകും. അതിലും വലിയ പന്തൽ വേണമോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും. ഏതായാലും ഇപ്പോൾ ഇവിടെ പോലീസിന്റെ ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയുമൊക്കെ ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് ദൃശ്യങ്ങളിലേക്ക് പോകാനാകുമെന്ന് കരുതുന്നു. സുരക്ഷാ പരിശോധനകളുടെ ഭാഗമായി ഈ സ്റ്റേഡിയം ഡോഗ് സ്ക്വാഡ് പരിശോധിക്കുകയാണ്. പന്തലിനുള്ള ക്രമീകരണങ്ങളും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമൊക്കെ തുടങ്ങുന്നുണ്ട്. 12,000 പേർക്ക് ഇരിക്കാനുള്ള പന്തൽ എന്ന രീതിയിലാണ് പൊതുഭരണ വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകും. 3,00,000 പേർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ തലസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് UDF കേന്ദ്രങ്ങളുടെ അവകാശവാദം. മലബാറിൽ നിന്ന് മാത്രം ആയിരക്കണക്കിന് പ്രവർത്തകർ എത്തും. മലപ്പുറത്ത് നിന്ന് മാത്രമായി 100 ബസ്സുകൾ മുസ്ലിം ലീഗ് നേതൃത്വം ഇതിനകം തന്നെ ബുക്ക് ചെയ്തു. VD സതീശൻ മുഖ്യമന്ത്രിയായാൽ 100 ബസ്സുകൾ അവിടെ നിന്ന് പ്രവർത്തകർ, അത് പാർട്ടികൾ കൊണ്ടുവരുന്ന സംഘടിതമായി കൊണ്ടുവരുന്ന മുസ്ലിം ലീഗ് കൊണ്ടുവരുന്ന പ്രവർത്തകരാണ്. അതിനും അപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാർട്ടി നേതൃത്വത്തിലല്ലാതെ പ്രവർത്തകർ സംഘടിച്ച് ഇവിടേക്ക് എത്താനുള്ള നീക്കങ്ങളുണ്ട്. ഇന്നലെ നമ്മൾ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ കണ്ടതുപോലും ഒരു വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള നിയമസഭാ മന്ദിരത്തിന് മുന്നിലേക്ക്, ആ ഗേറ്റിന് മുന്നിൽ വരെ 100 കണക്കിന് പ്രവർത്തകർ VD സതീശൻ അഭിവാദ്യം അർപ്പിച്ചു. സാധാരണ അവിടേക്ക് പ്രകടനങ്ങൾ അനുവദിക്കുന്നതല്ല, പക്ഷേ അവിടേക്ക് പോലും 100 കണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് VD സതീശനെ പിന്തുണ അർപ്പിച്ച് എത്തുന്നു. പലരും നിയമസഭാ മന്ദിരത്തിനുള്ളിലേക്ക് തന്നെ അനുമതിയില്ലാതെ കടന്നു പോകുന്നു. വലിയ ആവേശത്തിലാണ്. 10 വർഷം കയ്യെത്തി പിടിക്കാൻ കഴിയാതിരുന്ന ഭരണമാണ് കോൺഗ്രസിന്, UDFന് തിരികെ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ആവേശവും എല്ലാ ആഹ്ലാദവും UDF ക്യാമ്പുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സത്യപ്രതിജ്ഞ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് UDF കേന്ദ്രങ്ങളുള്ളത്. ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ സത്യപ്രതിജ്ഞ ചരിത്രം തുടങ്ങുന്നത് 2006-ലാണ്. VS സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ. നമുക്കറിയാം, വലിയ ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്ന് CPM-ന്റെ തീരുമാനത്തെ തെരുവിൽ സമരം ചെയ്ത് പാർട്ടി പ്രവർത്തകർ അണികൾ തിരുത്തിയ VS സീറ്റ് ലഭിച്ചത്. അതിന് പിന്നാലെ VS മുഖ്യമന്ത്രി കസേരയിൽ എത്തുന്നതൊക്കെ വലിയ ആഘോഷമാക്കി, ജനകീയ ഉത്സവമാക്കിയാണ് 2006-ൽ ഇതേ സെൻട്രൽ സ്റ്റേഡിയത്ത് ഈ ഭാഗത്ത് നടന്ന സത്യപ്രതിജ്ഞ. VS സർക്കാർ അങ്ങനെ അന്നാണ് രാജ്ഭവന് പുറത്തേക്ക് ഒരു സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നീളുന്നത്. അതാദ്യ ചരിത്ര സംഭവമായിരുന്നു. അതേ സാഹചര്യം ഏതാണ്ട് അതുപോലെ അല്ലെങ്കിൽ പോലും ഏറെക്കുറെ സമാനമായ സാഹചര്യം ഇത്തവണത്തെ UDF സർക്കാരിൻ്റെ ഇതിലുമുണ്ട്. 10 വർഷത്തിന് ശേഷം വരുന്നു എന്ന് മാത്രമല്ല, VD സതീശനെ ഒഴിവാക്കാൻ വലിയ നീക്കങ്ങൾ നടന്നിരുന്നു. വലിയ ഒരു ജനകീയ പ്രതിഷേധം പലയിടങ്ങളിലും, അത് സ്പോൺസേഡ് പരിപാടിയാണെന്ന വിമർശനങ്ങളൊക്കെ എതിർ ക്യാമ്പ് ഉയർത്തിയെങ്കിലും വലിയ രീതിയിൽ പാർട്ടി പ്രവർത്തകരുടെ പൊതുജനങ്ങളുടെയൊക്കെ ഒരു പ്രകടനം പല സ്ഥലങ്ങളിലും നമ്മൾ VD സതീശ് അനുകൂലമായി കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങേയറ്റം ആഘോഷമാക്കാനുള്ള ശ്രമം UDF ക്യാമ്പിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. 3,00,000 75,000 പേർ പങ്കെടുക്കുമെന്നാണ് ഇതുവരെയുള്ള കോൺഗ്രസിൻ്റെ UDFൻ്റെ കണക്ക് കൂട്ടലുകൾ. എങ്ങനെയാണെങ്കിലും പക്ഷേ ഈ സ്റ്റേഡിയത്തിൽ നിന്നും തികയാതെ തിങ്ങി നിറഞ്ഞ് പുറത്തുമൊക്കെ ആളുകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതായാലും ഇവിടെ ആളുകളെ ഉൾക്കൊള്ളാതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഈ സ്റ്റേഡിയത്തിൽ പന്തലിൽ മാത്രം 12,000 പേർക്ക്, ചുറ്റും ഒരു ഗാലറിയൊക്കെ ഉള്ള സ്റ്റേഡിയമാണ്. സ്വാഭാവികമായും ആ ഗാലറികളിലുമൊക്കെ ആളുകൾക്ക് ഇരിക്കാം. അതുകൂടി കണക്കിലെടുത്ത് അവിടെയുമൊക്കെ ഇപ്പോൾ സുരക്ഷാ പരിശോധന നടക്കുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്താൽ പക്ഷേ ഒരു 30,000 പേർക്കെങ്കിലും ഇരിക്കാൻ സ്ഥലം ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ എങ്കിലും അതിലും തികയാത്ത ആളുണ്ടാകുമെന്ന് ഉറപ്പാണ്. നേരത്തെ പുത്തരിക്കണ്ടം മൈതാനത്തൊക്കെ ഈ പന്തലൊരുക്കുന്ന കാര്യം GAD ആലോചിച്ചിരുന്നു. പക്ഷേ അന്ന് അവിടെ മറ്റെന്തോ പരിപാടി ഉണ്ടാവും, നടക്കില്ല എന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് തന്നെ മതിയെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും VD സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ വലിയ ആഘോഷമാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടക്കുകയാണ്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ
കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ, ദേശീയ അധ്യക്ഷനടക്കമുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് ജോസഫ് വിജയ് അടക്കം ഇതിലേക്ക് കോൺഗ്രസ് ക്ഷണിക്കുന്നുണ്ട്. അദ്ദേഹം അടക്കം വരുമെന്ന സൂചനകൾ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഒരു വലിയ സംഭവമാക്കി മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ്. ഈ പന്തലിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും. ഇന്ന് വ്യാഴാഴ്ചയായി 2 ദിവസം സ്വാഭാവികമായും അതിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കും. നേതാക്കളൊക്കെ വൈകാതെ ഇവിടെ സന്ദർശിക്കാൻ. ഇപ്പോൾ സർക്കാരിൻ്റെ പൊതുഭരണ വകുപ്പിന് നേതൃത്വമാണ് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ലോക് ഭവനുമായും അതുപോലെ തന്നെ നിയുക്ത മുഖ്യമന്ത്രി ഓഫീസുമായും ഒക്കെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇനിയുള്ള തുറന്നു നീക്കങ്ങൾ നടത്തുക. 11 മണിക്ക് ചീഫ് സെക്രട്ടറി വിളിച്ച പൊതുഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർണായക യോഗം ചേരും. യെസ്, എന്തായാലും ഒരു ചരിത്ര സംഭവമാക്കുകയാണ് UDF. കാരണം അവരെ സംബന്ധിച്ച് ഇത് വലിയ ആഘോഷത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് പതിവുകളൊക്കെ തിരുത്തുന്നത്. അരുൺ, ഒരു കാര്യം കൂടി, 10 വർഷത്തിന് ശേഷം ഒരു ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നിലവിലുള്ള പ്രവർത്തന ശൈലിയിലെ ഒരു മാറ്റം കൂടിയാണല്ലോ. നമുക്ക് ആ പ്രവർത്തന ശൈലിയിലെ മാറ്റം 2-3 രീതിയിൽ പ്രകടമാകുമെന്ന് കരുതാം. ഒന്ന്, സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം, നിയമസഭാ പ്രവർത്തനങ്ങളുടെ പുതിയൊരു ശൈലി, ഇതൊക്കെ പുതിയതായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ ഒരു സ്റ്റൈൽ പ്രകടമാകുന്ന സ്ഥലങ്ങളായി മാറുമല്ലോ. കാരണം ഉമ്മൻചാണ്ടിയെ അപേക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടുതൽ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു, കൂടുതൽ സന്ദർശകർക്കടക്കം നിയന്ത്രണം കൊണ്ടുവന്നു എന്നതാണല്ലോ പിണറായി വിജയൻ്റെ പ്രത്യേകത. സെക്രട്ടേറിയറ്റിലടക്കം പൊതുവിൽ അതുണ്ടായിരുന്നു. നിയമസഭയിലേക്ക് വരുമ്പോൾ നിയമസഭാ നടപടികളുടെ ചിത്രീകരണവും അവിടുത്തെ ക്യാമറ നിയന്ത്രണവും അടക്കമുള്ള വിഷയങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഓർത്തെടുത്ത 1-2 വിഷയങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഒരു ഭരണമാറ്റം സംഭവിക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ നമുക്ക് പരിചിതമായ ചില പ്രവർത്തന ശൈലികളിൽ ഒരു തിരുത്തൽ ആ തരത്തിൽ UDFൻ്റെ മനസ്സിലുണ്ടോ? അങ്ങനെ ഒരു ശൈലി മാറ്റം ഈ സെക്രട്ടേറിയറ്റും നിയമസഭയിലുമൊക്കെയുള്ള അധികാര കേന്ദ്രങ്ങൾ മുന്നിൽ കാണുന്നുമുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പൊളിച്ചെടുത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. വി ഡി സതീശൻ ടച്ച് എല്ലാ കാര്യങ്ങളിലും വേണമെന്ന് നിർബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ കേന്ദ്രമായിരുന്നു. ഒരു ദിവസം ഒരു തവണയെങ്കിലും അവിടെ പോകാത്ത മാധ്യമപ്രവർത്തകർ കുറവായിരുന്നു. പിണറായി സർക്കാരിൻ്റെ ആദ്യകാലത്തും അതങ്ങനെ തന്നെയായിരുന്നു. ബുധനാഴ്ച തോറുമുള്ള ക്യാബിനറ്റ് ബ്രീഫിങ്ങുകൾ, ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ, ഒരാഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ദിവസമാണ് ബുധനാഴ്ച എന്നുള്ളത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ പിണറായി സർക്കാരിൻ്റെ ആദ്യ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ പതിവ് വാർത്താ സമ്മേളനങ്ങൾ, ബുധനാഴ്ചകളിലെ ക്യാബിനറ്റ് റൂമിന് എതിർവശത്തുള്ള മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലെ പതിവ് വാർത്താ സമ്മേളനങ്ങൾ ഇല്ലാതായി തുടങ്ങി. പിന്നീട് അത് പൂർണ്ണമായി ഒഴിവാക്കി. വല്ലപ്പോഴും മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ മാത്രമായി. കോവിഡ് കാലം കൂടി വന്നതോടുകൂടിയാണ് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് സെക്രട്ടേറിയറ്റ് മാറിയത്. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാതായി. അറിയിക്കുന്ന വാർത്താ സമ്മേളനങ്ങൾക്ക് മാത്രം ചെല്ലാവുന്ന ഒരു സാഹചര്യത്തിലേക്ക്, എത്താവുന്ന സാഹചര്യത്തിലേക്ക്, അതും കർശന പരിശോധനകൾക്ക് ശേഷം മാത്രം, അല്ലെങ്കിൽ വീണ്ടും മന്ത്രിമാരുടെ ഓഫീസിൽ വിളിച്ച് അനുമതി തേടിയ ശേഷം മാത്രം കടക്കാവുന്ന ഒരു സാഹചര്യം സെക്രട്ടേറിയറ്റിലുണ്ടായി. ആ നിയന്ത്രണങ്ങൾ മാറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ടയാളാണ് വി ഡി സതീശൻ. ആ മാറ്റത്തിന് അദ്ദേഹം തയ്യാറാകുമോ എന്നറിയണം. കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പലരും കളിയാക്കി പറയും പോലെ ചന്ത പോലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ആ ഒരു പ്രദേശമൊക്കെ. ഖദർദാരികളുടെ, വ്യവസായികളുടെ, അല്ലെങ്കിൽ ഇവർക്കൊപ്പം വരുന്ന ആളുകളുടെയൊക്കെ ഒരു വലിയ ആൾക്കൂട്ടം എപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ 3-ാം നിലയിലെ ആ കോറിഡോറിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്ന ഏതാനും മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു കൃത്യമായ അടുക്കും ചിട്ടയുമായി ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ പോകുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുക ആ രീതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിക്കഴിഞ്ഞു. അങ്ങനെ തന്നെ തുടരണമോ എന്ന് സതീശൻ തീരുമാനിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പോലെയുള്ള ഒരു പൂർണ്ണ നിയന്ത്രണമില്ലാത്തൊരവസ്ഥ, പൂർണ്ണ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. പാർട്ടി പ്രവർത്തകർക്കായാലും അല്ലെങ്കിൽ മറ്റാർക്കായാലും അത്തരമൊരു നിയന്ത്രണം ഉണ്ടാകില്ല. പക്ഷേ പിണറായി വിജയനെ പോലെ ഒരു കടുത്ത നിയന്ത്രണത്തിലും തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. വി ഡി സതീശൻ നമുക്കറിയാം വളരെ ചിട്ടയായ കാര്യങ്ങൾ ചെയ്യുന്നൊരു നേതാവാണ്. ഒരുപക്ഷെ പിണറായി വിജയൻ്റെ അതേ ശൈലിയിലേക്ക് മാറുമെന്ന ആശങ്ക കോൺഗ്രസ്സുകാർക്കുള്ളിൽ പോലുമുണ്ട്. അങ്ങനെ വന്നാൽ എങ്ങനെയാകും സെക്രട്ടേറിയറ്റിൻ്റെ ഭരണം കൊണ്ടുപോവുക, സെക്രട്ടേറിയറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനം കൊണ്ടുപോവുക, ഓഫീസിൻ്റെ പ്രവർത്തനം എങ്ങനെയാകും എന്നൊക്കെ വലിയ ആകാംക്ഷയോടുന്ന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.